തിരുവനന്തപുരം മാനവീയം വീഥി എല്ലാവർക്കും അറിയാവുന്ന ഒരു തെരുവാണ്. അവിടെ നമുക്കറിയാം രാത്രികാലങ്ങളിലും പകലുമൊക്കെ നിരവധിയായിട്ടുള്ള ആളുകൾ ഉറങ്ങാത്ത ഒരു തെരുവ് തന്നെയാണ് മാനവീയ വീഥി എന്ന് പറയുന്നത്. അവിടെ സ്ത്രീകൾക്ക് സ്വന്തമായി ഒരു ഇടം കൂടിയുണ്ട്. രാത്രിയെ പകലാക്കാൻ സാധിക്കുന്ന ഒരു പെണ്ണിടം. അറിയാം മാനവീയ വീഥിയിലെ പഞ്ചമിടത്തിന്റെ വിശേഷങ്ങൾ. തിരുവനന്തപുരത്തിന്റെ നൈറ്റ് ലൈഫ് 24 മണിക്കൂറും ഉണർന്നിരിക്കുന്ന നഗരവീഥി. ദിവസത്തിന്റെ ഏത് മിനിറ്റിൽ വന്നാലും ഇവിടെ ആരെങ്കിലുമൊക്കെ കാണും. സൗഹൃദം പറയുന്ന ഒരു കൂട്ടം യുവതലമുറയുള്ള ഇടം. ആ ഇടത്ത് മറ്റൊരിടം കൂടിയുണ്ട്. മാനവീയം വീഥിയുടെ സ്വന്തമായ ഒരു പെണ്ണിടം. പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ലെന്ന് ഇടിമുഴക്കം പോലെ പ്രഖ്യാപിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ അതേ പഞ്ചമിയെ ഓർമ്മിപ്പിക്കുന്ന പഞ്ചമിയിടം. എന്നാൽ ഇവിടെ ആരും അന്നത്തെ പോലെ ഒരു പ്രക്ഷോഭത്തിന് മുതിരില്ല. സ്ത്രീ സൗഹൃദ സദസ്സായി ഈ പഞ്ചമിയിടം മാറി. നല്ല ഹാപ്പിനെസ് ആണ് ഇവിടെ വന്നതിന് ശേഷം. വളരെയധികം ഇവിടെ വന്നാൽ പോകാനേ തോന്നത്തില്ല. സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഇടം അത് വളരെയധികം പ്രചോദനാത്മകമാണ്. മറ്റുള്ളവർക്ക് നമ്മളെപ്പോലെയുള്ള, പ്രത്യേകിച്ച് നമ്മളെപ്പോലെയുള്ള ജെൻസി ആളുകൾക്ക് ഇങ്ങനത്തെ സ്ത്രീകളെ കൂടുതൽ എംപവർ ചെയ്യുന്ന ഒരിടം തികച്ചും അത് ആവശ്യകത ഏറിയ ഒരു സ്ഥലം തന്നെയാണ്. ഇതൊരു കംഫർട്ട് സോണാണ്. അതാണ് ഞങ്ങൾ ഇങ്ങനൊരു സ്പോട്ട് സ്പെസിഫൈ ചെയ്ത് ഗേൾസിന് തന്നെയായിട്ട് കൊടുത്തേക്കുന്നത്. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇവിടെ വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വീഥിയാണ്. സ്ത്രീ സൗഹൃദമായിട്ടുള്ള ഇടം തന്നെയാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യ വനിതാ വിദേശകാര്യമന്ത്രിയായിരുന്ന ലക്ഷ്മി എൻ മേനോൻ തൊട്ട് പ്രശസ്ത എഴുത്തുകാരി കെ സരസ്വതിയമ്മ, സാറ തോമസ്, ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജി ജസ്റ്റിസ് അന്ന ചാണ്ടി തുടങ്ങി സിനിമ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ ചരിത്രമുറങ്ങുന്ന സ്ത്രീ ചിത്രങ്ങളെല്ലാം ഈ ചുമരിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മാനവീയം വീഥിയിലെ നീർമാതളത്തിന് ചുവട്ടിൽ വന്നിരിക്കുന്ന ഓരോ പേരും ഒരിക്കലെങ്കിലും മാധവിക്കുട്ടിയെയും ഓർക്കാതെ ഇവിടെ നിന്നും പോകില്ല. സൗഹൃദം മാത്രം പൂക്കുന്ന നീർമാതളത്തിന് ചുവട്ടിലെ ഈ പെണ്ണിടം ഒരു രാത്രിയിലും ഉറങ്ങാറില്ല. ഓർമ്മകളും കവിതകളും ജനിക്കുന്ന മാനവീയം വീഥിയിലെ പഞ്ചമിയിടം. ക്യാമറ പേഴ്സൺ ബിച്ചു പൂവച്ചലിനൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.